BJP സർക്കാർ മൂന്നാം ഊഴവും അധികാരത്തിലെത്തുമെന്നും അഴിമതിക്കെതിരെ കൂടുതൽ ശക്തമായ നടപടിയെടുക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് രാജ്യത്തെ അസ്ഥിരപ്പെടുത്തിയെന്നും ഉത്തരാഖണ്ഡ് ഉദ്ധം സിംഗ് നഗറിലെ രുദ്രാപൂരിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത മോദി പറഞ്ഞു. കോൺഗ്രസ് നേതാവ് രാഹുലിനെ പ്രധാനമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. മൂന്നാം ഊഴത്തിൽ BJP വീണ്ടും അധികാരത്തിലെത്തിയാൽ രാജ്യം കത്തുമെന്ന കോൺഗ്രസ് യുവരാജാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ജനാധിപത്യത്തിൻ്റെ ഭാഷയാണോ ഇത്? ജനങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? അവർ രാജ്യം ഭരിച്ചത് 70 വർഷം, പിന്നീടാണ് 10 വർഷത്തെ ഭരണം അവർക്ക് നഷ്ടമായത്. എന്നിട്ട് അവർ രാജ്യം കത്തിക്കുമെന്ന് പറയുന്നു. അതിന് ജനങ്ങൾ അനുവദിക്കുമോ? ജനപ്രതിനിധിയുടെ ഈ ഭാഷ സമ്മതിക്കണോ? രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് ജനങ്ങൾ തന്നെ ശിക്ഷ വിധിക്കില്ലേ? കോൺഗ്രസിൻ്റെ അടിയന്തരാവസ്ഥ ചിന്താഗതിയിൽ ആർക്കും വിശ്വാസമില്ല. അതുകൊണ്ടവർ ഇന്ന് ജനങ്ങളെ പ്രകോപിപ്പിക്കുകയാണ്. രാജ്യത്ത് അസ്ഥിരതയും അരാജകത്വവും കൊണ്ടുവരാനാണ് കോൺഗ്രസ് ശ്രമം. കർണാടക കോൺഗ്രസ് നേതാവ് DK സുരേഷിൻ്റെ പരാമർശത്തിൽ അദ്ദേഹത്തെ പേരെടുത്ത് പറയാതെ മോദി വിമർശിച്ചു. കോൺഗ്രസിലെ മുതിർന്ന ഒരു നേതാവ് രാജ്യത്തെ നോർത്ത് എന്നും സൗത്ത് എന്നും വിഭജിക്കുമെന്നും പറഞ്ഞു. ഇത്തരത്തിലുള്ള ആളുകളെ ശിക്ഷിക്കേണ്ടേ? എന്നിട്ടും കോൺഗ്രസ് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകി. ഭാരതത്തിൻ്റെ സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്തിനെ അപമാനിച്ചത് ഉത്തരാഖണ്ഡ് ഒരിക്കലും മറക്കില്ല. പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ചും മോദി പ്രതിപാദിച്ചു. കോൺഗ്രസ് എത്ര എതിർത്താലും CAA അഭയാർത്ഥികൾക്കുള്ള മോദിയുടെ ഗ്യാരണ്ടിയാണ്. അത് നടപ്പാക്കും. ഗുരുനാനക്ക് ഗുരുദ്വാര ബൈനോക്കുലറിലൂടെ കാണേണ്ട വിധത്തിൽ കോൺഗ്രസ് രാജ്യത്തെ വിഭജിച്ചു. എന്നാൽ BJP സർക്കാർ വന്നപ്പോൾ അതിന് പരിഹാരമായി കർത്താപൂർ ഇടനാഴി കൊണ്ടുവന്നു. കച്ചത്തീവ് ദ്വീപ് ഒരു നാൾ ഭാരതത്തിൻ്റെ തന്ത്രപ്രധാന മേഖലയായിരുന്നു. കോൺഗ്രസ് സർക്കാർ അത് ശ്രീലങ്കയ്ക്ക് കൈമാറി. ഈ കോൺഗ്രസ് ആണോ രാജ്യത്തെ സംരക്ഷിക്കാൻ പോകുന്നത്? വരുന്ന 5 വർഷം രാജ്യത്ത് വലിയ വികസനവും തീരുമാനങ്ങളും നടപ്പാക്കും. മൂന്നാം ഊഴത്തിൽ ഭാരതത്തെ ലോകത്തെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. മോദിയുടെ ഗ്യാരണ്ടിയാണിത്. ഗ്യാരണ്ടി എന്നാൽ പൂർത്തീകരിക്കുക എന്നർത്ഥം. ഉദ്ദേശങ്ങൾ ശരിയായിരിക്കുമ്പോൾ വികസനം ഉണ്ടാകുന്നു. നല്ല ഫലങ്ങളിലേക്ക് അത് നയിക്കും. അഴിമതിക്കാർക്കെതിരെ ഇനിയും നടപടി തുടരും. അഴിമതിക്കാരെ ജയിലിലടയ്ക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അവർ എന്നെ ഭീഷണിപ്പെടുത്തുന്നു, അധിക്ഷേപിക്കുന്നു. പക്ഷേ അവർക്ക് എന്നെ തടയാനാകില്ല. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെയും JM നേതാവ് ഹേമന്ത് സോറൻ്റെയും അറസ്റ്റിനെ കുറിച്ചായിരുന്നു ഈ പരാമർശം.